ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധ കർത്താവിന്റെ പവിത്രമായ നാമത്തിന് ആരാധനയർപ്പിച്ചുകൊണ്ട്, പുകഴ്ചയർപ്പിച്ചുകൊണ്ട്, എല്ലാം മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയരെ, അന്ധകാരനിബദ്ധമായ ഈ ലോകത്ത് നമ്മുടെ കാലിനു ദീപവും പാതയ്ക്ക് പ്രകാശവും ജീവന്റെ വെളിച്ചവുമായ വിശുദ്ധ തിരുവെഴുത്ത്, ആമേൻ, ആ തിരുവെഴുത്ത് കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ദൈവകുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാൻ എളിയവന്റെ ജീവിതത്തിൽ അവസരം നൽകിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകിയ സന്ദേശം ദൈവകുഞ്ഞുങ്ങൾക്ക് കൈമാറുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. പ്രിയരെ, ഒരിക്കൽ ഭക്തൻ പറഞ്ഞു, എൻ്റെ കണ്ണുകൾ എപ്പോഴും യഹോവയിങ്കിലേക്കാകുന്നു. 25-ാം സങ്കീർത്തനം 14-ാം വാക്യമാണ്. എൻ്റെ കണ്ണുകൾ എപ്പോഴും യഹോവയിങ്കിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. മക്കളെ, പ്രാർത്ഥിക്കുന്നവനെ കൊടുക്കാൻ ശത്രു കെണിവെച്ചിട്ടും വലയൊരുക്കിയിട്ടും അതിലൊന്നും നിന്റെ കാൽ കുടുങ്ങിപ്പോകാതെ ഈ പുലരിയിലും സമാധാനത്തോടെ മിഴി തുറക്കാനിടയാക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യണം കേട്ടോ. ആമേൻ. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ, നിന്റെ പൈതലിനെ കെണിയിൽ കൊടുക്കാൻ ദുഷ്ടൻ തന്ത്രം മെനഞ്ഞിട്ടും വല വിരിച്ചു കാത്തിരുന്നിട്ടും സ്വർഗത്തിലെ ദൈവം ഇന്നയോളം സൂക്ഷിച്ചില്ലേ? ഓമനിച്ചു വളർത്തിയ പൈതലിനെ ഓർത്തുള്ളൊരുക്കത്തോടായിരിക്കുന്ന ജീവിതമേ, തങ്ങളുടെ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ടാണോ ഇപ്പോൾ തലമുറ മുന്നോട്ട് പോകുന്നത്? കണ്ണുനീരോടെ ദൈവമുഖത്തേക്ക് നോക്കുക, പ്രാർത്ഥനയിൽ തല ഉയർത്തി നോക്കുക. നിന്റെ പ്രിയപ്പെട്ടവരെ ശത്രുവിന്റെ വലയിൽ നിന്ന് വിടുവിച്ച് ആനന്ദത്തോടെ മടക്കി തരാൻ ദൈവം മതിയായവൻ. സ്തോത്രം. പ്രിയരെ, നമ്മുടെ സമൂഹത്തിലേക്ക് തല ഉയർത്തി നോക്ക്. എന്താ കാണുന്നത്? ലഹരിയുടെ ചതിക്കുഴിയിൽ പിടയുന്ന ജീവിതങ്ങളെയല്ലേ? പഠനത്തിൽ സമർത്ഥരായവർ, സാങ്കേതിക വിദ്യയിൽ നൈപുണ്യം നേടിയവർ, ജോലിയിൽ പ്രാവീണ്യം തെളിയിച്ചവർ, രാജ്യത്തിനു തന്നെ അഭിമാനമായി തീരേണ്ട എത്രയോ പേർ വിടുതലിന് വിദൂര സാധ്യത പോലുമില്ലാത്ത നിലയിൽ വീണുകിടക്കുകയാണ്. ബന്ധുമിത്രാദികളൊക്കെ ചെയ്യാവുന്നെല്ലാം ചെയ്തു, പക്ഷെ സംഗതി കൂടുതൽ വഷളാവുകയാണ്. നിസ്സാര കാര്യത്തിന് പോലും പൊട്ടിത്തെറിക്കുന്നു. മുമ്പ് വീട്ടിൽ മാത്രം പ്രശ്നം സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നാട്ടുകാർക്കും തലവേദനയായി തീർന്നിരിക്കുന്നു. മാതാപിതാക്കൾ ചെയ്യാത്ത നേർച്ചകളില്ല, കഴിക്കാത്ത വഴിപാടുകളില്ല, പോകാത്ത പുണ്യസ്ഥലങ്ങളില്ല, ചികിത്സിക്കാത്ത ഡോക്ടർമാരില്ല. ഫലമുണ്ടായില്ലെന്ന് മാത്രമല്ല, സ്ഥിതി കൂടുതൽ വഷളാവുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പുലരിയിൽ മക്കളെ ഓർത്ത്, പ്രിയപ്പെട്ടവരെ ഓർത്ത് ഭാരപ്പെടുന്ന ജീവിതമേ, ദൈവമുഖത്തേക്ക് നീ നോക്കുക, ക്രിസ്തുവിൽ ശരണപ്പെടുക. നിന്റെ പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടും. പ്രാർത്ഥിക്കുന്നവന്റെ സന്തതിയെ ദുഷ്ടൻ കുടുക്കിയാലും അവന്റെ കെട്ടുകളെ പൊട്ടിച്ച് സ്വർഗത്തിലെ ദൈവം പുറത്തു കൊണ്ടുവരും. അതേ മക്കളെ, നമ്മുടെ നോട്ടം തിരുമുഖത്തേക്കായിരിക്കട്ടെ. അവൻ നിന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എൻ്റെ കണ്ണുകളെപ്പോഴും യഹോവയിങ്കലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ദൈവമുഖത്തേക്ക് പ്രാർത്ഥനയിൽ തല ഉയർത്തി നോക്കുക. വിടുവിക്കേണ്ട മേഖലകളിൽ സ്വർഗം നിനക്ക് വിടുതലയക്കും. ആമേൻ. ഒരിക്കൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ തല ഉയർത്തി നോക്കണം, നീ തലപൊക്കി നോക്കണം. എപ്പോഴാ ദൈവം ഇത് തന്നോട് പറയുന്നതെന്നറിയാമോ? ലോത്ത് വിട്ടുപിരിഞ്ഞ ശേഷം. അങ്ങനെയാ ഉൽപ്പത്തി 13-14 വായിക്കുന്നത്. ലോത്ത് വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതാവകാശമായി തരും. ഹല്ലേലൂയ. അന്ധവിശ്വാസത്തിന്റെ ഇരുൾ നിറഞ്ഞ ഹാരാനിൽ നിന്ന് തേജോമയനായ ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട അബ്രഹാം വിശ്വാസത്തിൽ ചുവടുവെക്കുന്നത്. ശ്രദ്ധിക്കൂ, കാണിച്ച ദേശത്തേക്കല്ല താൻ പോകുന്നത്, കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക്. ആമേൻ. അതുകൊണ്ട് അതിനെ വിശ്വാസത്താലുള്ള യാത്ര എന്ന് പറയുന്നത്. ദൈവശബ്ദം കേട്ടിറങ്ങിയ ഈ അബ്രഹാമിന്റെ പിന്നാലെ ലോത്തും കുടുംബവും പിറകെ ഇറങ്ങി. മക്കളെ, ദൈവവിളി കേട്ടിറങ്ങിയവരുമുണ്ട്, വിളി കേട്ടവന്റെ കൂടെ ഇറങ്ങിയവരുമുണ്ട്. ദൈവം വിളിച്ചിറക്കിയവരുമുണ്ട്, ദൈവമേന്ന് വിളിച്ചിറങ്ങിയവരുമുണ്ട്. ശ്രദ്ധിക്കണം, രണ്ടു കൂട്ടർക്കും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇവിടെ നാം വായിച്ച കുറിവാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു. പ്രിയരെ, ദൈവം തന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ ഒത്തിരി ആഗ്രഹിച്ചിട്ടും കാത്തിരുന്നിട്ടും വ്യക്തിപരമായി ദൈവശബ്ദം കേൾക്കാൻ ഇന്നുവരെ കഴിഞ്ഞില്ലെങ്കിൽ ചിലതൂടെ വിട്ടുമാറാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒപ്പം ഇറങ്ങിയെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ ലോത്ത് വഴിമാറിപ്പോയി. ലോത്ത് പോകാനെന്താ കാരണം? നമുക്കറിയാം. 13:10 ലോത്ത് നോക്കി നീരോട്ടമുള്ള ദേശമെന്ന് കണ്ടു, അതുകൊണ്ടാ പോയത്. നീരോട്ടം കണ്ടപ്പോൾ അതിൻ്റെ പുറകെ പോയതാ. അങ്ങനെയാ, ദൈവവിളി കേൾക്കാതെ ദൈവമേന്ന് വിളിച്ചിറങ്ങിയാൽ നീരോട്ടം കാണുമ്പോൾ, പച്ചപ്പ് കാണുമ്പോൾ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തിരിച്ചു പോകും. എന്നാൽ ദൈവശബ്ദം കേട്ടിറങ്ങിയവൻ പ്രലോഭനത്തിന്റെ മുമ്പിൽ വീണുപോകത്തില്ല, പ്രതിസന്ധിയുടെ മുമ്പിൽ പിന്തിരിഞ്ഞു പോകത്തില്ല. ആരൊക്കെ പിണങ്ങിയാലും എന്തൊക്കെ സംഭവിച്ചാലും അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. വിളിച്ചവന്റെ കാൽ
ചുവടുകളെ പിന്തുടരും. സ്തോത്രം. ശ്രദ്ധിക്കൂ, ലോത്തിനെ പോലെ ഉള്ളവർ ലോകത്തേക്ക് നോക്കി നീരോട്ടമുള്ളത്, പ്രയോജനമുള്ളത്, ലാഭമുള്ളത് കാണുന്നു. കന്നുകാലികളെ വളർത്താൻ കൊള്ളാമെന്ന് താൻ കണ്ടു, പക്ഷേ മക്കളുമായി ജീവിക്കാൻ കൊള്ളാവുന്ന ഇടമാണോ എന്ന് നോക്കിയില്ല. ഹല്ലേലൂയ. സാമ്പത്തിക ഭദ്രത നേടാൻ പറ്റിയ രാജ്യമാണെന്ന് കരുതി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ മക്കളുമായി വിശുദ്ധ ജീവിതം നയിക്കാൻ കൊള്ളാവുന്ന ഇടമാണോ എന്നുകൂടെ ചിന്തിക്കണം കേട്ടോ. വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ പല രാജ്യങ്ങളിലും വഷളത്വം വിളയുകയാണ്. ദൈവം തന്ന കുഞ്ഞുങ്ങൾ ഉപരിപഠനത്തിനും ഉദ്യോഗത്തിനുമൊക്കെയായിട്ട് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും അയർലൻഡിലും ഒക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ലതാ മക്കളെ. എന്നാൽ തലമുറയെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുടെ കണ്ണിൽ ദൈവസന്നിധിയിൽ ഒഴുക്കാൻ കണ്ണുനീരുണ്ടായിരിക്കണം. ആഗ്രഹിച്ച സ്ഥാനത്ത് കുഞ്ഞുങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞെന്ന് അഭിമാനിക്കുന്ന ജീവിതമേ, ആ നാട്ടിൽ അവർ ദൈവകൃപയിൽ പൊതിയപ്പെട്ടവരായി ജീവിക്കേണ്ടതിന് തിരുസന്നിധിയിൽ ഒഴുക്കാൻ നിന്റെ കണ്ണിൽ കണ്ണുനീരുണ്ടായിരിക്കണം. ദൈവജനത്തോട് പറയാൻ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തന്ന ശക്തമായ ആലോചനയാ ഒട്ടും മറച്ചു വയ്ക്കാതെ വിളിച്ചറിയിക്കുന്നത്. അത് പ്രിയരെ, ഈ നാളുകളിൽ നമുക്ക് തലമുറയ്ക്ക് വേണ്ടി കരയാം. ആമേൻ. ലോകത്ത് നോക്കി നീരോട്ടമുള്ളതെന്ന് കണ്ടു, കന്നുകാലി വളർത്താനുള്ള പുല്ലുണ്ടെന്ന് കണ്ടു ലോത്ത് നോക്കി. എന്നാൽ അബ്രഹാം തലപൊക്കി നോക്കി. നീരോട്ടം നോക്കുകയല്ല, പച്ചപ്പ് നോക്കുകയല്ല, ഉയരത്തിലെ അനുഗ്രഹം കാണാൻ തല ഉയർത്തി നോക്കി. ദൈവമുഖത്തേക്ക് തല ഉയർത്തി നോക്കി. തല ഉയർത്തി നോക്കിയവൻ കണ്ടത് വെയിലേറ്റാൽ കരിഞ്ഞു പോകുന്ന പുൽപ്പുറമല്ല, വേനലിൽ വറ്റിപ്പോകുന്ന നീരുറവയല്ല, സ്വർഗീയ അനുഗ്രഹങ്ങളുടെ കലവറയാ. എന്തൊക്കെയാ തലപൊക്കി നോക്കി അബ്രഹാം സ്വർഗീയ കലവറയിൽ കണ്ടതെന്നറിയാമോ? പറയാം പ്രിയരെ. 4 പ്രാവശ്യം അബ്രഹാം തലപൊക്കി നോക്കിയതായി നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. തല ഉയർത്തി നോക്കി എന്നൊക്കെ പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കി. അതെ, നമുക്കും പ്രാർത്ഥനയ്ക്കായി തല ഉയർത്താം. ശ്രദ്ധിക്കണേ, അബ്രഹാം തല ഉയർത്തി നോക്കുമ്പോഴൊക്കെ ദൈവം ഓരോ കാഴ്ചപ്പാടുകൾ നൽകുന്നത് കാണാം. സ്തോത്രം. നിരാശയുടെ നടുവിലും പ്രാർത്ഥനയ്ക്കായി തല ഉയർത്തി നോക്കുന്ന ജീവിതമേ, നിന്റെ പ്രാർത്ഥന വെറുതെയല്ല. മറവിടത്തിലെ ഗുപ്തനിധികൾ, സ്വർഗീയ നന്മകൾ, നിത്യതയുടെ നിധി നിക്ഷേപങ്ങൾ വെളിപ്പെടുത്തി സ്വർഗം നിന്നെ മാനിക്കും. ആമേൻ. പ്രാർത്ഥന ചടങ്ങാക്കി മാറ്റിയവർ പറയും ദർശനവും വെളിപ്പാടും ഒന്നുമില്ലെന്നേ. ഇതൊക്കെ വെറുതെ പറയുന്നതാ. എന്നാൽ പ്രാർത്ഥനയിൽ തല ഉയർത്തി നോക്കുന്നവർക്ക് ദർശനം നൽകി, വെളിപ്പാട് നൽകി, കൃപ നൽകി, കൃപാവരം നൽകി സ്വർഗത്തിലെ ദൈവം ഇന്നും മാനിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ലോത്ത് വിട്ടുപോയപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ തല പൊക്കി നോക്കുക. നീ കാണുന്ന ഭൂമി ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതാവകാശമായി തരും. ശ്രദ്ധിക്കണേ, ശാശ്വതാവകാശമായി തരും. നിനക്ക് മാത്രമല്ല, നിന്റെ സന്തതിക്ക്. മക്കളെ, പ്രാർത്ഥനയിൽ തലപൊക്കി നോക്കിയാൽ നിനക്ക് മാത്രമല്ല, നിന്റെ തലമുറയ്ക്കും ശാശ്വതാവകാശം തരുന്ന ദൈവം ജീവിക്കുന്നു. അപ്പൻ ദൈവമുഖത്തേക്ക് നോക്കിയാൽ തലമുറകൾക്കും അതിന്റെ അനുഗ്രഹമുണ്ടാകും, സംശയമില്ല. ആമേൻ. പ്രാർത്ഥനയിൽ തല ഉയർത്തി നോക്കിയവനോട് ദൈവം പറയുന്നു, നീ കാണുന്ന ഭൂമി ഞാൻ നിനക്ക് ശാശ്വതാവകാശമായി തരും. പ്രിയരെ, ഈ ശാശ്വതാവകാശം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, തീറാധാരമാണ് എന്ന് പറഞ്ഞാൽ മറ്റാർക്കും അതിൽ അവകാശം പറയാനൊക്കത്തില്ല. തീറാധാരമാണ്. ശ്രദ്ധിക്കൂ, അബ്രഹാമിന്റെ സന്തതികൾക്ക് ദൈവം ശാശ്വതാവകാശമായി നൽകിയ ദേശം പിൽക്കാലത്ത് 7 മഹാജാതികൾ കൈവശമാക്കി. ചില സഹോദരങ്ങൾ ചോദിക്കാറുണ്ട്, പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണല്ലോ, 7 ജാതികളെ ഒഴിപ്പിച്ചിട്ട് ആ ദേശമാണല്ലോ ഇസ്രായേലിന് കൊടുത്തത്, ഇതിലെന്ത് ന്യായമാ ഉള്ളത്? കാര്യം അങ്ങനല്ല കുഞ്ഞെ. അബ്രഹാമിന്റെ സന്തതിക്ക് ദൈവം തീറുകൊടുത്ത ദേശത്ത് പിൽക്കാലത്ത് കയ്യേറി പാർത്തവരെ ദൈവം തന്നെ ഒഴിപ്പിച്ചു. അത്രയുള്ള കാര്യം. 430 വർഷം കഴിഞ്ഞ് തിരികെ വന്ന അവകാശികൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ദേശത്തെ തിരിച്ചു പിടിച്ചു കൊടുത്തു. യോശുവ പറയുന്നത് 10:42. അവൻ യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ആമേൻ. അതേ മക്കളെ, വിശ്വസ്തനായ ദൈവം തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ചെയ്യേണ്ടത് ചെയ്യും, നീക്കേണ്ടവരെ നീക്കും, മാറ്റേണ്ടതിനെ മാറ്റും. ശത്രു കൈവശമാക്കിയ നന്മ യഥാർത്ഥ ഉടമസ്ഥർക്ക് തിരിച്ചു പിടിച്ചു കൊടുക്കും. അവൻ ഇന്നും ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. തന്റെ കുഞ്ഞുങ്ങൾ ഏത് രാജ്യത്ത് പോയാലും ദൈവം അവർക്ക് മുമ്പായി കടന്നുപോയി നീക്കേണ്ടതിനെ നീക്കി, പൊളിക്കേണ്ടതിനെ പൊളിച്ച്, മാറ്റേണ്ടതിനെ മാറ്റി തന്റെ കുഞ്ഞിന് വളരാനുള്ള സാഹചര്യം ഒരുക്കും. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാൻ പോവുക. മക്കളെ, നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കാൻ ദൈവം നൽകിയ നന്മ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയ നന്മ ശത്രു കൈയടക്കിയാൽ ആ ബലവാനെ പിടിച്ചു കെട്ടി അവന്റെ കയ്യിൽ നിന്ന് നിന്റെ നന്മ പിടിച്ചെടുത്ത് മടക്കി തരാൻ നീ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വിളി കേട്ടിറങ്ങിയവനോട് വിളിച്ചിറക്കിയ ദൈവം പറഞ്ഞു, നീ തലപൊക്കി നോക്കണം.
ഒന്ന്, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ കർത്താവ് അവന് വാഗ്ദത്ത കനാൻ കാണിച്ചു കൊടുത്തു. തലമുറയ്ക്കു വേണ്ടി അനുഭവിക്കാനുള്ള നന്മ കാണിച്ചു കൊടുത്തു. കുഞ്ഞെ, പ്രതികൂലത്തെ നോക്കി നെടുവീർപ്പിടാതെ പ്രാർത്ഥനയിൽ തല ഉയർത്താൻ ഒരുങ്ങിയാൽ കർത്താവ് കരുതി വെച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹം ദൈവം നിനക്ക് കാണിച്ചു തരും. ആമേൻ. 2, അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് വാഗ്ദത്ത കനാൻ മാത്രമല്ല കുഞ്ഞുങ്ങളെ, സ്വർഗീയ കനാനും കണ്ടു. എവിടെ എഴുതിയിരിക്കുന്നത്? എബ്രായ ലേഖനം 11-ാം അധ്യായം 9 മുതൽ 13 വരെ വായിക്കണം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നിട്ടും ലജ്ജിച്ചു പോയോ? ഇല്ല. 11:13 നോക്കൂ. ദൂരത്തു നിന്നത് കണ്ട് അഭിവന്ദിച്ചു. ദൈവം ശില്പിയായി നിർമ്മിച്ച സ്വർഗീയ കനാൻ കണ്ട് അഭിവന്ദിച്ചു. പ്രാർത്ഥനയിൽ തല ഉയർത്തി നോക്കിയാൽ ഭൂമിയിലെ നന്മ മാത്രമല്ല മക്കളെ, സ്വർഗീയ നന്മയും പരിശുദ്ധാത്മാവ് നിനക്ക് കാണിച്ചു തരും യേശുവിന്റെ നാമത്തിൽ. അതേ, തല ഉയർത്തി നോക്കി അബ്രഹാം വാഗ്ദത്ത കനാനും സ്വർഗീയ കനാനും കണ്ടു. ഇനി ഉൽപ്പത്തി 15:5-6 വായിക്കൂ. പിന്നെ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നീ ആകാശത്തേക്ക് തലപൊക്കി നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് പറഞ്ഞു. മക്കളില്ലാത്തവൻ, അവകാശിയില്ലാത്തവൻ പ്രാർത്ഥനയോടെ തല ഉയർത്തി നോക്കാൻ തയ്യാറായപ്പോൾ വാഗ്ദത്ത സന്തതിയെ ദൈവം കാണിച്ചു കൊടുത്തു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽ പോലെ വാഗ്ദത്ത സന്തതികളെ കണ്ടു. തല ഉയർത്തി നോക്കിയവൻ വാഗ്ദത്ത കനാൻ കണ്ടു, സ്വർഗീയ കനാൻ കണ്ടു, വാഗ്ദത്ത സന്തതിയെ കണ്ടു. മക്കളെ, നീ കർത്താവിന്റെ മുമ്പിൽ കഴിക്കുന്ന പ്രാർത്ഥന വെറുതെയല്ല. നിന്റെ കണ്ണുനീരിന് ഫലം കിട്ടാതെ വരികയില്ല. തിരുമുഖത്തേക്ക് തല ഉയർത്തി നോക്കി പ്രാർത്ഥിച്ചാൽ ദൈവം തലമുറയെ തന്നു നിന്നെ മാനിക്കും. വാഗ്ദത്ത സന്തതി നിന്റെ മടിയിലിരുന്ന് ചിരിക്കും. നിന്ദിച്ചവരുടെ മുമ്പിൽ സ്വർഗം നിനക്ക് പ്രതിഫലം തരും. കുഞ്ഞെ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, അവനത് നിർവഹിക്കും യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ പ്രിയരെ, ഈ വാഗ്ദത്തം കേൾക്കുമ്പോൾ അബ്രഹാമിന് വയസ്സ് 99, ഭാര്യയായ സാറാക്ക് 89. നമ്മുടെ ഭാഷയിൽ വല്യപ്പച്ചനും വല്യമ്മച്ചിയും. സാറാ വാഗ്ദത്തം കേട്ട് ചിരിച്ചത് തെറ്റു പറയാനുണ്ടോ? തന്റെ ശാരീരിക നിലവാരം അവൾക്കറിയാം. എന്താ സാറയുടെ ശാരീരിക നിലവാരം? എബ്രായർ പറയുന്നു 11:11, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പ്രത്യുൽപാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു. പ്രായം കഴിഞ്ഞതുകൊണ്ട് ചിരിച്ചു പോയതാ കേട്ടോ, പ്രായം കഴിഞ്ഞതാ. എന്നാൽ അബ്രഹാമിന്റെ ശാരീരസ്ഥിതി എന്താ? 11:12 നോക്കൂ. മൃതപ്രായനായവന് കടൽക്കരയിലെ മണൽ പോലെ സന്തതി. ഭാര്യയ്ക്ക് പ്രായം കഴിഞ്ഞു പോയെങ്കിൽ ഭർത്താവ് മൃതപ്രായനാണ്. പക്ഷേ ദൈവം ചോദിക്കുന്നു, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? കുഞ്ഞെ, ഇന്നും നിന്നോടും ചോദിക്കുകയാ, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യോബിനോട് പറയണം, യഹോവേ നിനക്ക് സകലവും കഴിയും. യഹോവേ നിനക്ക് സകലവും കഴിയും. എന്റെ ജീവിതത്തിൽ മഹാത്ഭുതം പ്രവർത്തിക്കാൻ നിനക്ക് കഴിയും. സ്തോത്രം. പ്രിയരെ, ദൈവം അബ്രഹാമിനെ വിളിച്ചുറക്കി തല ഉയർത്തി നോക്കി. എന്തൊക്കെ കണ്ടോ? വാഗ്ദത്ത സന്തതിയെ കാണാൻ പറയുമ്പോൾ കൂടാരത്തിനുള്ളിൽ സാറായുടെ ശരീരത്തിലും ദൈവശക്തി വ്യാപരിക്കുകയായിരുന്നു കേട്ടോ. അബ്രഹാമിനെ വിളിച്ച് പുറത്തിറക്കിയിട്ട് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞില്ലേ? അവിടെ താൻ കണ്ടത് വാഗ്ദത്ത സന്തതിയിലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, ആമേൻ, ഭൂമിയിലെ മണൽ പോലെ, സന്തതി, വാഗ്ദത്ത സന്തതിയെ കാണുമ്പോൾ കൂടാരത്തിനുള്ളിൽ, ഹല്ലേലൂയ, സാറായുടെ ശരീരത്തിലും ദൈവശക്തി വ്യാപരിക്കുകയായിരുന്നു. ആരോഗ്യമുള്ള തലമുറയ്ക്ക് ജന്മം നൽകാൻ ആവശ്യമുള്ള ശാരീരിക നിലവാരം സാറയിൽ സൃഷ്ടാവിന്റെ കരം രൂപകൽപ്പന ചെയ്തു. കടിഞ്ഞൂൽ പ്രസവത്തിന് തയ്യാറെടുക്കുന്ന യുവതിയുടെ ആകാര സൗഷ്ഠവം വാഗ്ദത്തം കേട്ടവളിൽ നിറയുകയായിരുന്നു. അതല്ലേ ഉൽപ്പത്തി 20:2 വായിക്കുന്നത്? 89 വയസ്സുള്ള സാറാമ്മച്ചിയെ അതേ അബിമേലെക്കെന്ന മഹാരാജാവ് കണ്ടു, മോഹിച്ചു, പിടിച്ചുകൊണ്ടുപോയി. തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ല വല്യമ്മച്ചിയെ പുള്ളി പിടിച്ചുകൊണ്ടുപോയത്. പിന്നെയോ, രാജാവ് പോലും മോഹിച്ചു പോകുന്ന ശാരീരിക സൗകുമാര്യം കർത്താവ് തന്റെ കുഞ്ഞിന് നൽകി മാനിച്ചു. ഹല്ലേലൂയ. അതെ, തല ഉയർത്തി നോക്കിയവൻ വാഗ്ദത്ത കനാൻ കണ്ടു, സ്വർഗീയ കനാൻ കണ്ടു, വാഗ്ദത്ത സന്തതിയെ കണ്ടു. ഇനി മമ്രയുടെ തോപ്പിലേക്ക് നോക്ക്. ഉൽപ്പത്തി 18:1, യഹോവ അവന് മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷനായി. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവൻ അവരെ കണ്ടപ്പോൾ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ്, യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നുപോകരുതേ എന്ന് പറഞ്ഞു.
പ്രിയരെ, അബ്രഹാം ഇപ്രാവശ്യം തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് വാഗ്ദത്തം ചെയ്തവനെയാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെ കണ്ടു. 3 പുരുഷന്മാർ നിൽക്കുന്ന കാണുന്നത്, 3 പുരുഷന്മാർ. എന്നാൽ 3 പേരെയും കൂടി ഒരുമിച്ച് യജമാനനെ എന്നാണ് അബ്രഹാം വിളിക്കുന്നത്. 3 പേരുണ്ടല്ലോ, യജമാനന്മാരെ എന്നല്ലേ സംബോധന ചെയ്യേണ്ടത്. പക്ഷെ ഏകവചനത്തിൽ യജമാനനെ എന്ന് വിളിക്കുന്നു. ആ വേദഭാഗം ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ പഠിച്ചാൽ അബ്രഹാമിന്റെ കൂടാരത്തിൽ വന്നിരിക്കുന്ന ഈ 3 പേർ ത്രിയേക ദൈവം തന്നെയാണെന്ന് മനസ്സിലാക്കാം. സ്തോത്രം. ഇത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒന്നെങ്ങനെ 3 ആവും, 3 എങ്ങനെ 1 ആവും? സംശയിക്കുന്ന തെറ്റു പറയാനുമില്ല. കുഞ്ഞെ, ദൈവദാസന്മാർ എത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അറിവുള്ള ഹൈന്ദവ സഹോദരനോട് ചോദ്യം, അവർ പറഞ്ഞു തരും. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബധ മിണ്ടാവതല്ല മമ. അതാ കേട്ടോ പണ്ടേ കണക്കു വരുവാൻ നിൻ കൃപ ഉണ്ടായി വരേണം. അവർ പാടുകയാ, ഒന്നായതിനെ രണ്ടായി കണ്ടപ്പോൾ അവർക്കുണ്ടായ ഇണ്ടലും ഇണ്ടാൻ പോലും പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒന്നായവനെ 3ആയി കണ്ടാലുള്ള ക്രിസ്ത്യാനിയുടെ ഇണ്ടല് മിണ്ടാൻ പറ്റുമോ? സാരമില്ല കുഞ്ഞെ, നാനാത്വത്തിൽ ഏകത്വം ദർശിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒന്നായതിനെ 3ആയി മനസ്സിലാക്കാനും 3ആയതിനെ 1ആയി കാണാനും ബുദ്ധിമുട്ടില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഈ പ്രാവശ്യം അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് വാഗ്ദത്തം തന്ന ദൈവത്തെയാണ്. ഇന്ന് പുലരിയിൽ പ്രാർത്ഥനയിൽ തല ഉയർത്തി നോക്കുന്ന ജീവിതമേ, നിന്റെ കൂടാരത്തിൽ പ്രാർത്ഥന കേൾക്കുന്നവൻ വന്നിട്ടുണ്ട്. നിന്റെ കിടക്കയ്ക്കരികിൽ നീ ആയിരിക്കുന്ന ഇടത്ത് പരിശുദ്ധനായ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇറങ്ങി വന്നാൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയും അവന്റെ പക്കലുണ്ടായിരിക്കും. സ്തോത്രം. അബ്രഹാമിന്റെ കൂടാരത്തിൽ വന്ന് അവനെ അനുഗ്രഹിച്ച ദൈവം, സാറയെ അനുഗ്രഹിച്ച ദൈവം, കുഞ്ഞ് നിന്നെയും അനുഗ്രഹിക്കും. വിശ്വസിക്ക്, ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിലും വെളിപ്പെടുന്ന ദിവസം വരുന്നു. ആമേൻ. തല ഉയർത്തി നോക്കിയവൻ 1 വാഗ്ദത്ത കനാൻ കണ്ടു, 2 സ്വർഗീയ കനാൻ കണ്ടു, 3 വാഗ്ദത്ത സന്തതിയെ കണ്ടു, 4 വാഗ്ദത്തം തന്നവനെ കണ്ടു. ഉൽപ്പത്തി പുസ്തകം 22:13 നോക്കൂ. 5-ാമത്തെ കാര്യം കാണാം. അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. മോറിയാമനയുടെ മുകളിൽ വെച്ച് തല ഉയർത്തി നോക്കിയ അബ്രഹാം ഇപ്പോൾ കണ്ടത് തലമുറയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലാണ്. ശ്രദ്ധിക്കൂ, ശലോമോൻ ദൈവാലയം പണിയുന്നതിന് മുമ്പ് ഈ പ്രദേശങ്ങൾ വലിയ കാടായിരുന്നു. സിംഹവും കരടിയും ഒക്കെയുള്ള കാട്. നാം തിരുവചനത്തിൽ അത് കാണുന്നുണ്ട്. എന്നാൽ അതിനു എത്രയോ മുമ്പാണ് അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനോടൊപ്പം ഈ മോറിയായുടെ മലയിൽ എത്തുന്നത്. ആ കാട്ടിൽ ഇതാ ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാതെ ഒരു കോലാട്ടുകൊറ്റൻ കൊമ്പ് കുരുങ്ങിക്കിടക്കുന്നു. എന്തേ ഇതിനെ ദുഷ്ടമൃഗം കടിച്ചു കീറിയില്ല? ഉത്തരം, തന്റെ കുഞ്ഞിനു വേണ്ടി സ്വർഗ്യമൊരുക്കിയ കരുതലിനെ കടിച്ചു കീറാൻ ഒരു ദുഷ്ടശക്തിക്കും വിട്ടുകൊടുക്കുന്നവനല്ല നീ സേവിക്കുന്ന ദൈവം. കുഞ്ഞെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച നന്മയെ അപഹരിക്കാൻ ഒരു ശക്തിയോ വ്യക്തിയോ സമൂഹമോ എന്തിന് ലോകം മൊത്തം ഇളകി വന്നാലും ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ അവർ തന്നെ അനുഭവിക്കും. വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? പ്രിയരെ, ഈ കോലാട്ടുകൊറ്റന്റെ കൊമ്പ് കുരുങ്ങിയ സ്ഥാനത്ത് അതിന്റെ കാലോ കയ്യോ കുരുങ്ങിയിരുന്നെങ്കിലോ ആട് നിലവിളിച്ചേനെ. ആ ശബ്ദം കേട്ടാൽ മതി ഓടിയെത്തുന്ന ദുഷ്ടമൃഗം കടിച്ചു കീറും. അതുകൊണ്ട് ദൈവം കോലാട്ടുകൊറ്റനെ നിലവിളിക്കാൻ അനുവദിച്ചില്ല. ആർക്കു വേണ്ടി കരുതിയോ അവൻ അരികത്തെത്തുന്നതുവരെ ആട്ടുകൊറ്റൻ ശബ്ദിക്കാനാവാതെ കിടന്നു. നിർമ്മല മനസ്സാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ജീവിതമേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലിനെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് ദൈവത്തിനറിയാം. സ്തോത്രം. അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ 1 വാഗ്ദത്ത കനാൻ കണ്ടു, സ്വർഗീയ കനാൻ കണ്ടു, വാഗ്ദത്ത സന്തതിയെ കണ്ടു, വാഗ്ദത്തം തന്നവനെ കണ്ടു, വാഗ്ദത്ത സന്തതിക്കു വേണ്ടിയുള്ള നന്മ കുരുങ്ങിക്കിടക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ തല ഉയർത്തി നോക്കുന്ന ജീവിതമേ, സ്വർഗം നിനക്ക് വാഗ്ദത്ത ദേശം കാണിച്ചു തരും. തലമുറയില്ലാതെ ഭാരപ്പെടുകയാണോ? വാഗ്ദത്ത സന്തതിയെ കാണിച്ചു തരും. തലമുറയ്ക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ലെന്നാണോ ഭാരം? തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച കരുതൽ കാണിച്ചു തരും. മണ്ണിലെ നന്മ മാത്രമല്ല, വിണ്ണിലെ നന്മയും കാണിച്ചു തരും. കണ്ണാടിക്കടലുള്ള ജീവജല നദിയുള്ള ജീവവൃക്ഷഫലമുള്ള തങ്കത്തിരി വീതിയുള്ള മുത്തുഗോപുരങ്ങളുള്ള സ്വർഗീയ ഖനാൻ ദൈവം നിനക്ക് കാണിച്ചു തരും. ദൈവദാസനെ, എത്ര പ്രസംഗിച്ചിട്ടും പരസ്യോഗം നടത്തിയിട്ടും കഴിയുമെന്നും വ്യക്തികളെ സഹായിച്ചിട്ടും കൂട്ടായ്മ ആത്മാക്കൾ കടന്നു വരാത്തതുകൊണ്ട് ഭാരപ്പെടുകയാണോ? യേശു ക്രിസ്തു പറയുന്നു, നീ തല ഉയർത്തി നോക്ക്. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നത് കാണാം. യോഹന്നാൻ 4:35. ആമേൻ, ആമേൻ. കുഞ്ഞെ, പ്രാർത്ഥനയിൽ തല ഉയർത്താൻ കഴിയുമോ? കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്ന പാടങ്ങൾ കാണാം. കൊയ്തെടുക്കാൻ പാകത്തിൽ ആത്മാക്കൾ നിൽക്കുന്നത് നിനക്ക് കാണാം.
തല ഉയർത്തി നോക്കിയാൽ ആത്മാക്കളെ കണ്ട് സന്തോഷിക്കാം. ആമേൻ. മക്കളെ, ഇനി ഏറെക്കാലമുണ്ടെന്ന് കരുതല്ലേ. ദൈവപുത്രൻ പറയുന്നു ലൂക്കോസ് 21:28, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. അതെ, തലപൊക്കി നോക്കിയാൽ നിന്റെ വീണ്ടെടുപ്പുകാരനെ കാണാം. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്തുള്ളുരുകി കരയുന്ന ജീവിതമേ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ? തിരുമുഖത്തേക്ക് പ്രാർത്ഥനയോടെ തല ഉയർത്തി നോക്കുന്ന വ്യക്തിയല്ലേ? നിന്റെ തലമുറയ്ക്ക് വേണ്ടി തമ്പുരാൻ കരുതി വെച്ച നന്മ നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണും. പ്രാർത്ഥിക്കുക, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് കൃപയുടെ ധൂപവർഗം പകരുമ്പോൾ ഈ യോബിനെ പോലെ നിനക്കും പറയാൻ കഴിയും, മുമ്പ് ഞാൻ അവനെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും സകലത്തിൻ്റെ കാരണഭൂതനുമായ മഹാദൈവത്തെ നീ കാണും. ആമേൻ. പുത്രനായ ക്രിസ്തുവിനെ താൻ ആയിരിക്കുന്ന പോലെ തന്നെ നീ കാണും. തല ഉയർത്തി നോക്ക്, നീ കാണും. അതിന് മറ്റു വഴിയൊന്നുമില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു ക്രിസ്തുവിനെ ദൈവമായി, കർത്താവായി, രക്ഷകനായി സ്വീകരിക്കുക, അംഗീകരിക്കുക. അവനെ മാത്രം ആരാധിക്കുക. വചനം പറയുന്നു, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. മക്കളെ, ഒരു വാക്ക് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ഹൃദയത്തിൽ വരണമേ, എന്നെ അങ്ങയുടെ പൈതലാക്കി മാറ്റണമേ. വാഗ്ദത്ത ദേശം കാണുവാൻ, വാഗ്ദത്ത കനാൻ കാണുവാൻ, വാഗ്ദത്ത സന്തതിയെ കാണുവാൻ, ദൈവത്തിന്റെ കരുതൽ കാണുവാൻ, കൊയ്തെടുക്കാൻ ഭാഗമായ ആത്മാക്കളെ കാണുവാൻ, വീണ്ടെടുപ്പുകാരൻ വാതിൽക്കൽ നിൽക്കുന്നത് കാണുവാൻ, ദൈവപുത്രനെ താനായിരിക്കുന്നവർ തന്നെ കാണുവാൻ എന്നെ സഹായിക്കണം. സ്തോത്രം. കുഞ്ഞേ, ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി നിൽക്ക്. താങ്കളെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കും. ആമേൻ. ഒരു പ്രാവശ്യം കൂടി മാറ്റമില്ലാത്ത വചനം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ എളിയവൻ അവസരം നൽകിയ മഹാദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, അടിമാലിയിൽ നിന്നും. സഹോദരങ്ങളെ, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അറിയിക്കണം കേട്ടോ. നമ്പർ ഇതാണ് 9072141834. പ്രിയരെ, നമ്മുടെ കൂടിവരുകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. എല്ലാ വ്യാഴാഴ്ച ഉപവാസ പ്രാർത്ഥനയും ബൈബിൾ ക്ലാസ്സും നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ എല്ലാ മാസവും 3 ദിവസങ്ങളിൽ വിഭാഗീയതയില്ലാതെ ഒത്തുകൂടുന്ന ദൈവകുഞ്ഞുങ്ങൾ വചനം കേൾക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു ഓർത്ത് പ്രാർത്ഥിക്കുകയും കഴിയുമെങ്കിൽ കടന്നു വന്ന് സംബന്ധിക്കുകയും ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ.